ഛത്തീസ്ഗഡിൽ തടവിലായിരുന്ന 2 കന്യാസ്ത്രീകളുടെ മോചനം കേരള രാഷ്ട്രീയത്തിൽ പുതിയ ചർച്ചകൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ്. ഈ വിഷയത്തിൽ BJPയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും വാദങ്ങൾ സജീവമാണ്. കന്യാസ്ത്രീകളുടെ മോചനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സഭാ നേതൃത്വം തന്നെ നന്ദി അറിയിച്ചത് BJPക്ക് നേട്ടമായി. അതേസമയം ഈ അറസ്റ്റും തുടർന്നുള്ള സംഭവ വികാസങ്ങളും BJPയുടെ തലയിലിട്ട് രാഷ്ട്രീയ നേട്ടങ്ങൾ കൊയ്യാനുള്ള സാധ്യതകളാണ് കോൺഗ്രസും CPMും തേടുന്നത്. ഈ രാഷ്ട്രീയ ആരോപണങ്ങൾക്കെതിരെ BJP നേതാവ് RS രാജീവ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പ് ഇപ്പോൾ വലിയ തോതിൽ പ്രചരിക്കുന്നുണ്ട്. RS രാജീവ് തന്റെ കുറിപ്പിൽ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിനും അനൂപ് ആന്റണിക്കും അവരുടെ ടീമിനും അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. കച്ചവടത്തിന് ഇറങ്ങിയവർക്ക് കടപൂട്ടേണ്ടി വരുന്ന സാഹചര്യം നമുക്ക് മനസ്സിലാകും. അതാണ് ഇടതിനും കോൺഗ്രസിനും സംഭവിച്ചത്, അദ്ദേഹം കുറിച്ചു. കൂടെയുണ്ട് ഞങ്ങൾ എന്ന് പറയുന്നത് വെറും വാക്കല്ല, അത് നെഞ്ചുറപ്പോടെ കേരളത്തിന് നൽകിയ ഉറപ്പാണ്. അത് ഞങ്ങൾ പാലിക്കും. ഈ വാക്കുകളിലൂടെ കന്യാസ്ത്രീകളുടെ മോചനത്തിൽ തങ്ങളുടെ പങ്ക് വലുതാണെന്നും രാഷ്ട്രീയ ലാഭം കൊയ്യാൻ ശ്രമിക്കുന്ന പ്രതിപക്ഷത്തെ വിമർശിക്കാനുമാണ് BJP ശ്രമിക്കുന്നത്. തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി കന്യാസ്ത്രീകളുടെ മോചനത്തെക്കുറിച്ച് പ്രതികരിച്ചത് ഈ വിഷയത്തിൽ സഭയുടെ നിലപാട് വ്യക്തമാക്കുന്നു. കള്ളക്കേസിൽ കുടുക്കി അന്യായമായി ജയിലിലടച്ച കന്യാസ്ത്രീമാരുടെ മോചനത്തിന് മതേതര ഭാരതത്തിന്റെ മനസാക്ഷി ശബ്ദിച്ചതാണ് കേന്ദ്ര സർക്കാരിനെ ഈ വിഷയത്തിൽ ഇടപെടാൻ പ്രേരിപ്പിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെയും എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും സമയോചിതമായ ഇടപെടൽ മോചനം സാധ്യമാക്കിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൂടാതെ ന്യൂനപക്ഷ അവകാശങ്ങൾ ലംഘിക്കുന്നതും നിയമ സംവിധാനങ്ങൾ കയ്യിലെടുത്ത് പൗരാവകാശങ്ങൾ ലംഘിക്കുന്ന സംഘടനകളെയും പ്രസ്ഥാനങ്ങളെയും നിലയ്ക്ക് നിർത്താൻ സർക്കാർ ജാഗ്രത കാണിക്കണമെന്നും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കന്യാസ്ത്രീകൾക്കെതിരെ ചുമത്തപ്പെട്ടിരിക്കുന്ന കള്ളക്കേസുകൾ പിൻവലിക്കണമെന്നും ന്യൂനപക്ഷ സമൂഹങ്ങൾക്ക് ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്നും അദ്ദേഹം സർക്കാരിനോട് അഭ്യർത്ഥിച്ചു. കന്യാസ്ത്രീകളുടെ മോചനത്തിൽ എല്ലാ രാഷ്ട്രീയ നേതാക്കളും തങ്ങളുടെ പങ്ക് കൃത്യമായി നിർവഹിച്ചുവെന്നും ആർച്ച് ബിഷപ്പ് പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നുണ്ട്. വൈകിയാണെങ്കിലും കന്യാസ്ത്രീകൾക്ക് നീതി ലഭിച്ചുവെന്നും പ്രധാനമന്ത്രിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായും പറഞ്ഞ വാക്ക് പാലിച്ചുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കേസ് പിൻവലിക്കാനുള്ള നടപടിക്രമങ്ങൾ കൂടി സർക്കാർ ശ്രദ്ധാപൂർവ്വം നിറവേറ്റണം. രാഷ്ട്രീയ മാനങ്ങളെ സഭ ഗൗരവമായി കാണുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലും സമാനമായ രീതിയിൽ പ്രതികരിച്ചു. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ദുരുപദേശത്തോടെ ആരോപിക്കപ്പെട്ട് ജയിലിൽ അടയ്ക്കപ്പെട്ട മലയാളി സിസ്റ്റേഴ്സിന് ജാമ്യം ലഭിച്ചത് ആശ്വാസകരമാണെന്ന് അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ 9 ദിവസങ്ങളായി തടവിലാക്കപ്പെട്ടത് ഭാരതത്തിന്റെ മതേതരത്വവും നീതിന്യായ സംവിധാനവുമായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സിസ്റ്റേഴ്സിന്റെ മോചനം സാധ്യമാക്കുന്നതിന് സഹായിച്ച എല്ലാവർക്കും, പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഈ വിഷയത്തിൽ ഇടപെട്ട എല്ലാ ജനപ്രതിനിധികൾക്കും, രാഷ്ട്രീയ നേതാക്കൾക്കും, മാധ്യമ പ്രവർത്തകർക്കും, ഭാരതത്തിലെ മതേതര സമൂഹത്തിനും അദ്ദേഹം ആത്മാർത്ഥമായി നന്ദി അറിയിച്ചു. ജനാധിപത്യത്തിന്റെയും മതനിരപേക്ഷതയുടെയും നിലനിൽപ്പിനായി ഒരു മനസ്സോടെ പ്രദർശിപ്പിച്ച ജാഗ്രത മാതൃകാപരമാണെന്നും മാർ റാഫേൽ തട്ടിൽ അറിയിച്ചു. അതേസമയം കേസിൽ ഉൾപ്പെട്ടിരിക്കുന്ന സിസ്റ്റേഴ്സിന് നീതി ഉറപ്പാക്കുന്നത് വരെ സഭ ഈ വിഷയത്തിൽ നിന്ന് പിൻവാങ്ങില്ലെന്ന് മേജർ ആർച്ച് ബിഷപ്പ് വ്യക്തമാക്കി. തികച്ചും തെറ്റായ ഉദ്ദേശത്തോടെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തയ്യാറാക്കപ്പെട്ട കുറ്റപത്രം എത്രയും വേഗം റദ്ദാക്കുകയാണ് നീതി നടപ്പാക്കുന്നതിന്റെ ആദ്യപടിയെന്നും അദ്ദേഹം പറഞ്ഞു. അതോടൊപ്പം തന്നെ നിയമം കയ്യിലെടുക്കുകയും അറസ്റ്റ് ചെയ്യപ്പെട്ട പൗരന്മാരുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ നിഷേധിക്കുകയും ചെയ്ത വ്യക്തികൾക്കും സംഘടനകൾക്കുമെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഭരണഘടന എല്ലാവർക്കും നൽകുന്ന മതസ്വാതന്ത്ര്യവും ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളും ഉറപ്പുവരുത്താൻ പൊതുസമൂഹം ഒരുമിച്ച് നിൽക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ഈ സംഭവം സൂചിപ്പിക്കുന്നതെന്നും മേജർ ആർച്ച് ബിഷപ്പ് കൂട്ടിച്ചേർത്തു. മുന്നോട്ട് പോകുമ്പോൾ ഈ വിഷയത്തിൽ രാഷ്ട്രീയ കക്ഷികളുടെ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും തുടരുമെങ്കിലും സഭ നേതൃത്വത്തിന്റെ നിലപാടുകൾ ഈ വിഷയത്തിൽ കൂടുതൽ ഗൗരവം നൽകുന്നു. കന്യാസ്ത്രീകളുടെ മോചനം ഒരു തുടക്കം മാത്രമാണെന്നും അവർക്കെതിരെയുള്ള കള്ളക്കേസുകൾ പിൻവലിക്കുകയും കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാൻ ചെയ്യേണ്ടത് നീതിയുടെ പൂർത്തീകരണത്തിന് അനിവാര്യമാണെന്നും സഭ ശക്തമായി തന്നെ ആവശ്യപ്പെടുന്നു.